പറയുന്നതാണ് ടെമ്പറേച്ചർ സെൻസേഴ്സിൻ്റെ ഫൗണ്ടേഷൻ. അതായത് നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സോ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ത്രഷോൾഡ് ടെമ്പറേച്ചർ, അതായത് ഒരു ഹൈ ടെമ്പറേച്ചർ എന്ന് പറയാൻ നമ്മളൊരു ത്രഷോൾഡ് വെച്ചിട്ടുണ്ട്. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ആ ടെമ്പറേച്ചർ എത്രയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിവൈസിന് ചുറ്റുമുള്ള ആക്ച്വൽ ടെമ്പറേച്ചർ എത്രയാണ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ ഓൺ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ത്രഷോൾഡ് എക്സീഡ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഫാൻ ഓൺ ചെയ്യണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ടെമ്പറേച്ചർ എത്രയാണെന്ന് സെൻസ് ചെയ്യണം. ഒരു ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ സർക്യൂട്ടിന് നമുക്ക് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ ഫങ്ഷൻ ആക്ട് ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റം എടുക്കാം, ഒരു ലിക്വിഡ് മെഷറിങ് എക്യുപ്മെൻറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ ഈ കേസിൽ വോളിയത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വെക്കാം. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രഷർ അതൊന്നും എഫക്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 4 കോമൺ ടൈപ്പ് ഓഫ് സെൻസർ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള RTD, NTC തെർമിസ്റ്റർ, തെർമോകപ്പിൾ, സെമി കണ്ടക്ടർ ബേസ്ഡ് ടെമ്പറേച്ചർ സെൻസർ, ഇത്രയാണ് വരുന്നത്. നമുക്ക് ആദ്യം ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസറിൽ RTD എന്താണെന്നറിയാം. RTD എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. റെസിസ്റ്റൻസും ടെമ്പറേച്ചറും എന്താണെന്നറിയാം അല്ലേ? നമുക്കറിയാം റെസിസ്റ്റൻസും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയലിൽ നല്ല ഒരു RTD ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ RTDയുടെ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അതിന് പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ചേഞ്ച് ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. മാക്സിമം ലാർജ് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ഡെൽറ്റ R should be larger for delta T. Okay, the resistance of the material should have continuous and stable relationship. ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇൻ ദാറ്റ് കേസ് നമുക്ക് കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി, റാദർ ദാൻ യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. അതും വേണമെങ്കിൽ പറയാം. വേരിയേഷൻ ഓഫ് R is dependent on T. ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ ഇതാണ്. നമ്മൾ കഴിഞ്ഞ 12th 11th ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു റിലേഷനാണ് RT = RF അല്ലെങ്കിൽ R0, അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇൻറ്റു 1 + α ΔT. ΔT എന്ന് പറയുന്നത് T2 - T1. ഇൻ RTD ഡിവൈസസ് കോപ്പർ, നിക്കൽ ആൻഡ് പ്ലാറ്റിനം ആർ വൈഡ്ലി യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം. അവർക്ക് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. പിന്നെ അവർ ഒരു ലീനിയർ റിലേഷൻ കാണിക്കുന്നുണ്ട് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം അത്രയാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. RTDയിൽ എന്തൊക്കെയാണ് RTDയുടെ കമ്പോണൻസ് എന്ന് വെച്ചാൽ, അതിലൊരു വയർ പീസ് കാണും, ഒരു സെറാമിക് ഓർ ഗ്ലാസ് കോർ വൂണ്ട് അറൗണ്ട് ചെയ്തിട്ടുള്ള. പിന്നെ ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം, വിച്ച് ക്യാൻ ബി കാലിബ്രേറ്റഡ് ടു ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അതിന് ഉള്ള കോൺഫിഗറേഷൻ നോക്കാം. നമ്മൾ 3 ആംസ് R1, R2, R3 ഉണ്ട്. ഓക്കെ, ഒരു 3 ആംസ് ഉണ്ട്, R1, R2 ആൻഡ് R3. ഇതിൽ RS ഇല്ലെങ്കിൽ 4th one. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് സെൻസിങ് എലമെൻറ്റ്. ഓക്കെ, സെൻസിങ് എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, R1, R2, R3 എന്ന് പറയുന്നത് 3 നോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി RTDയുടെ, അതായത് നമ്മൾ മെഷർ ചെയ്യാനായിട്ടൊരു 4th ആമിൽ സെൻസിങ് എലമെൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, R1ഉം R2ഉം നമ്മുടെ RL1ഉം RL2 2 ഇൻഡക്റ്റൻസ് കോയിലും കൂടെ നമുക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്ന ആദ്യം നമ്മൾ ഇതിനെ വീറ്റ്സ്റ്റൺ കണ്ടീഷനിൽ വെക്കും. അപ്പോൾ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതിന് ശേഷം നമ്മൾ ഈ ഒരു റെസിസ്റ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു RTD നമ്മുടെ സെൻസിങ് എലമെൻറ്റ് കൊണ്ട് വെക്കും. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഒരു വോൾട്ടേജ് ഡിഫ്ലക്ഷൻ കാണിക്കും. നമുക്ക് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത കറണ്ട് എത്രയാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലെന്ന് അറിയാം. വോൾട്ടേജ് ഡിഫ്ലക്ഷൻ വെച്ച് നമുക്ക് എത്രയാണ് വോൾട്ടേജ് ഡിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളൊരു വോൾട്ട് മീറ്റർ ആ ആംസിൻ്റെ ഇടയിലാക്കി കണക്ട് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് വോൾട്ടേജ് കിട്ടും. R എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആ R വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? R നമുക്ക് കിട്ടി. അത് വെച്ച് Rഉം ടെമ്പറേച്ചറും തമ്മിലൊരു ചേഞ്ച് ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഇനി ലീനിയർ ഓവർ വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ്. പിന്നെ ലീനിയാരിറ്റി ആണ്, ബെറ്റർ സ്റ്റെബിലിറ്റി ആണ് ഹൈ ടെമ്പറേച്ചറിൽ. ഓക്കെ. ഇനി അതെത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്? ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ലോ സെൻസിറ്റിവിറ്റി ആണ്. തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എന്താ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളൊരു ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സ് തന്നെയാണ്. അതിനെക്കാട്ടി കോസ്റ്റ്ലിയർ ആണ്. പിന്നെ 4 3 വേറെ വേണം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റെസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഷോക്കും വൈബ്രേഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലോ സെൻസിറ്റിവിറ്റി ആണ്, കോസ്റ്റ്ലിയർ ആണ്, 3-4 വയേഴ്സ് വേണ്ടി വരും. പിന്നെ ഷോക്കും വൈബ്രേഷനും ഒക്കെ അഫക്റ്റഡ് ആണ്. ഓക്കെ. അടുത്തത് തെർമിസ്റ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും വിത്ത് ടെമ്പറേച്ചർ. മറ്റേത് ടെമ്പറേച്ചർ RTD എന്ന് പറഞ്ഞാൽ അവിടെയും സെയിം പ്രിൻസിപ്പിളാണ് വരുന്നത്. പക്ഷേ അവിടെ ടെമ്പറേച്ചർ ചേഞ്ചസ് വിത്ത് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അത് തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത് തെർമിസ്റ്ററിൽ പക്ഷേ നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് ആണ് ടെമ്പറേച്ചറിന് വരുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ഹൂസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ, വേരീസ് ഇൻ ദ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻ സം കേസസ് റെസിസ്റ്റൻസ് അറ്റ് റൂം ടെമ്പറേച്ചർ മേ ഡിക്രീസ്. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് തെർമിസ്റ്ററിൻ്റെ കേസിൽ വരുന്നത്. 5% ഫോർ ഈച്ച് 1 degree റൈസ്. അതായത് അവിടെ നോക്കിയേ റെസിസ്റ്റൻസ് ഒരു ഡിക്രീസ് ചെയ്യും 5% ഫോർ 1 degree റൈസ്. ദെൻ this high sensitivity may make the thermistor extremely useful for precision temperature measurement, control and compensation. Thermistors are widely used in applications especially in temperature range of -60° to +50°. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും റീസൺസ് കൊണ്ട് തന്നെ പ്രിസിഷൻ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സ്, കൺട്രോൾ ആൻഡ് കോമ്പൻസേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തെർമിസ്റ്റേഴ്സ് സിങ്ചേർഡ് മിക്സ്ചർ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് മാംഗനീസ്, കൊബാൾട്ട്. സിങ്ചേർഡ് എന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അൺഈവൻലി മിക്സ്ഡ് ആയിട്ടുള്ള മാംഗനീസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ അയോൺ, യുറാനിയം തുടങ്ങിയ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പല വെറൈറ്റി ഓഫ് ഷേപ്പിലും സൈസിലും അവൈലബിൾ ആണ്. നമുക്കതിന് പറയാൻ പറ്റുന്നത് ഗ്ലാസ് കോട്ടഡ് ബീഡ് ഷേപ്പ് പറയുന്നുണ്ട്, പ്രോബ് പോലെ ചെയ്യാം, ഡിസ്ക് പോലെ ചെയ്യാം, ആൻഡ് ഓൾസോ നമുക്കൊരു സിലിണ്ട്രിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു റോഡ് പോലെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ. അപ്പം അതിൽ ബീഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 0.15 to 1.25 ആണ്. പിന്നെ പ്രോബ് എന്ന് വെച്ചാൽ ഒരു ബൾബ് കണക്ക് അല്ലേ, ബൾബ് കണക്ക് ആയിരിക്കും അതിൻ്റെ എൻഡ് വരുന്നത്. പിന്നെ ഡിസ്ക് പോലെ ആയിരിക്കും, ഒരു വാഷറോ ഡിസ്കോ ഒക്കെ പോലെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇരിക്കുന്നത്. അപ്പം അത് നമുക്ക് 1 to 1 മെഗാ ഓം വരെ നമുക്ക് മെഷർ ചെയ്യാം. പിന്നെ വാഷർ ടൈപ്പ് ഇല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ്, അതും പറയാം. പിന്നെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ലോ കോസ്റ്റ് ആണ്, സ്മോൾ സൈസ് ആണ്, ഹൈ സെൻസിറ്റിവിറ്റി ആണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, ഗുഡ് സ്റ്റെബിലിറ്റി ആണ്. ഡിസഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷോക്ക് വേരിയേഷൻസ് ഒക്കെ വരും. പിന്നെ ലോ സെൻസിറ്റിവിറ്റി ആണ് ഇവിടെ, പക്ഷേ ഹൈ സെൻസിറ്റിവിറ്റി ആണ്. പിന്നെ ഇവിടെ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് പറ്റില്ല, -60° to +15°C വരെ പറ്റൂ. നോൺ ലീനിയാരിറ്റി ഉണ്ട്, മറ്റിടത്ത് ലീനിയാരിറ്റി ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞ അതാണ്, ലീനിയർ ആണ്
ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലീനിയർ ആണ്, വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്. ഇവിടെ ലോ സെൻസിറ്റിവിറ്റി ആണ്, പക്ഷേ അവിടെ ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്, പിന്നെ ഷോക്കും വൈബ്രേഷനും ഒക്കെ അഫക്റ്റ് ചെയ്യും, പിന്നെ ഒരു 4-5 വയർ കൂടുതലാണ്. അത്രയൊക്കെ നമ്മളിവിടെ പറഞ്ഞോളൂ. പക്ഷേ ഈ കേസിൽ നോക്കിയേ, ഇവിടെ ലോ കോസ്റ്റ് ആണ്, പക്ഷേ സ്മോളർ സൈസ് ആണ്, ഹൈ സെൻസിറ്റിവിറ്റി ആണ്, ഫാസ്റ്റർ സ്റ്റെബിലിറ്റി, ഫാസ്റ്റ് റെസ്പോൺസ്, ഗുഡ് സ്റ്റെബിലിറ്റി. പക്ഷേ എക്സ്റ്റേണൽ പവർ കൂടുതൽ വേണം, നമ്മുടെ ടെമ്പറേച്ചർ വൈഡ് റേഞ്ച് കുറവാണ്, പിന്നെ ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. പക്ഷേ നമ്മൾ പറഞ്ഞ RTDയുടെ കേസിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു. 2 ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ ഉണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് NTC ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് PTC ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആയിരിക്കും അവർ കാണിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പം ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ. ഇനി നമ്മുടെ പൊട്ടൻഷ്യോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് വരുന്ന കേസിൽ അപ്പം നേരെ തിരിച്ചായിരിക്കും അതിൻ്റെ വർക്കിംഗ്. അത് വളരെ കുറച്ചായിരിക്കും. റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. ആസ് വി സെഡ് ഇൻ RTD, ഇവിടെ ഇതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ ഇവിടെ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് എന്തായിരുന്നു? നമ്മുടെ RT = R0 × 1 + ആൽഫ ഡെൽറ്റ T. പക്ഷേ ഇവിടുത്തെ റിലേഷൻഷിപ്പ് നോക്കിയേ, RT = R0 e⁻β. ബീറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 1/T - 1/T0. അപ്പം അതാണ് നമ്മുടെ NTC, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് തെർമിസ്റ്റർ. നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. രണ്ടും വേരിയിങ് റെസിസ്റ്റൻസ് ആണ് ബേസ്ഡ് ഓൺ വിത്ത് ടെമ്പറേച്ചർ അല്ലേ? ദ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? മെറ്റീരിയൽസ്. ആദ്യം ഉണ്ടാക്കിയത് നമ്മൾ നിക്കൽ, കൊബാൾട്ട്, കോപ്പറൊക്കെ വെച്ചായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻറ്റേർഡ് മിക്സർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സിൻറ്റേർഡ് മിക്സർ ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? മംഗനീസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, അയൺ, യുറാനിയം എക്സെട്ര. അവിടെ നമ്മൾ പ്ലാറ്റിനം ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ ആദ്യത്തെ കേസിൽ. 2 ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് തെർമിസ്റ്റേഴ്സ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ തെർമിസ്റ്റേഴ്സ് മോർ അക്യുറേറ്റ് ആണ്. ഒരു -62 +15 ഡിഗ്രി വരെ കാണിക്കൂ. ഒരു വൈഡ് റേഞ്ചിൽ അവർക്ക് ചീപ്പറാണ്, ഫാസ്റ്റർ റെസ്പോൺസ് ടൈം ആണ്, ഗുഡ് സ്റ്റെബിലിറ്റി ആണ്. RTDക്ക് ടെമ്പറേച്ചർ വൈഡർ റേഞ്ചിൽ മെഷർ ചെയ്യാൻ പറ്റും, ലീനിയർ റിലേഷൻഷിപ്പ് ആണ്, ആൻഡ് വൈഡ് റേഞ്ച്. അപ്പം അത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ റെസിസ്റ്റേഴ്സിന് വരുന്നത്, അല്ല ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ.